ഹലോ നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അയാൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് നോക്കാം. കറൻറ്റ് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ. കറൻറ്റ് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ. ആ പേഴ്സൻ്റെ പേര് മനസ്സിലോർക്കുക, മുഖം മനസ്സിലോർക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എന്താണ് അയാൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് നോക്കാം. ആദ്യം അയാൾ ചിന്തിക്കുന്നുണ്ടോ എന്നാദ്യം നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഏസ് ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ അയാളൊരു പുതിയ തുടക്കത്തിലാണുള്ളത്. അപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇപ്പം നിങ്ങളെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ അയാളുടെ മനസ്സിലുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുപോലെ ഏസ് ഓഫ് വാണ്ട്സ് ആണ്, ഒരു പുതിയ തുടക്കത്തിലേക്ക് അയാൾ മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം എന്ന ആശയം അയാളുടെ മനസ്സിലുണ്ട് എന്നാണ് കാണുന്നത്. എന്തിനുള്ള തുടക്കമാണ്? 5 ഓഫ് വാണ്ട്സും ക്യൂൻ ഓഫ് സോഡ്സുമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചുറ്റും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാവുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റും വഴക്കുണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരുപക്ഷെ ആ വ്യക്തിയായിരിക്കാം ചോദ്യം ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അയാൾ സർവൈലൻസിൽ മറ്റുള്ള ആളുകളുടെ നോട്ടത്തിലാണ് അയാളുള്ളതെന്ന് കാണുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അയാൾക്ക് നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം വേണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ദെൻ 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ പ്രയോറിറ്റീസ് വേറെയുണ്ട്. അയാൾക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. എന്താണ് ചെയ്യേണ്ടതെന്നൊരു ധാരണയില്ല. മൊമെൻറ്റ് ടു മൊമെൻ്റ് ആണ്. അതായത് ഒരു നിമിഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ നെക്സ്റ്റ് മൊമെൻറ്റ് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ കാരണം വേണ്ടാന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു 2 ഓഫ് പെൻറ്റക്കിൾ എനർജിയിലാണ് ഈ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നത്. ദെൻ 2 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങളെ പക്ഷേ ഈ വ്യക്തി വാച്ച് ചെയ്യുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിലായിരിക്കാം. നിങ്ങളുടെ അപ്ഡേറ്റ്സ് എല്ലാം അയാൾ നോക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഫോട്ടോസൊക്കെ നോക്കുന്നുണ്ടാവാം. എന്തായാലും നിങ്ങൾ അയാളുടെ സർവൈലൻസിലാണ്. നിങ്ങളെക്കുറിച്ച് അയാൾ സെർച്ച് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഓരോ വെയർബോട്ട്സും അയാൾ സെർച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ദെൻ 8 ഓഫ് വാണ്ട്സ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ 2 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജി കൊണ്ടായിരിക്കും, വേണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചെയ്താൽ ശരിയാകുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കും അയാൾക്ക് കമ്മ്യൂണിക്കേഷൻ സാധിക്കുന്നില്ല എന്നാണ്. പക്ഷേ ഇന്നർ മോസ്റ്റ് കോറിൽ അയാൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അയാൾ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വേണം. ആ ഫസ്റ്റ് കാർഡ് ഏസ് ഓഫ് വാണ്ട്സും പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡ് തന്നെയായിരുന്നു. 4 ഓഫ് കപ്സ് ആണ്. അയാൾ പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ നിങ്ങളെ ഓർത്തിട്ട് വേദനിക്കുന്നുണ്ട്. പുതിയ ഒരു കാര്യത്തിലേക്ക് പോകാനായിട്ട് അയാൾക്ക് സാധിക്കുന്നില്ല എന്നാണ്. ചിലപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും അയാൾ ഫെഡപ്പായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ഉൾക്കൊള്ളണോ എന്നൊരു ചിന്തയിൽ അയാൾ ഒരു തീരുമാനത്തിലെത്താൻ പറ്റാതെ സ്ട്രഗ്ലിംഗ് ആയിട്ടിരിക്കുന്നു. കാരണം പാസ്റ്റിൽ നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇത് ആവർത്തിക്കുമോ എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് അയാൾക്ക് ഡിസപ്പോയിൻമെൻറ്റും പേടിയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.